ജൂൺ 1 മുതൽ സിനിമാ സമരം പ്രഖ്യാപിച്ചതിനെതിരെ ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയ സാഹചര്യം കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ മോഹൻലാൽ സുരേഷ് കുമാറിനെ വിളിച്ചിരുന്നു. എന്നാൽ സുരേഷ് കുമാർ ഫോൺ എടുത്തില്ല. അതിന് കാരണമായി സുരേഷ് കുമാർ പറയുന്നത് ഇങ്ങനെ: എനിക്ക് അവനുമായി പ്രശ്നമില്ല, സൗഹൃദക്കുറവുമില്ല. പക്ഷെ ആരെങ്കിലും ഇല്ലായ്മ പറഞ്ഞ് അവൻ്റെ പിരികിളക്കിയാൽ അവൻ ചൂടാകും. അത് അവൻ്റെ സ്വഭാവമാണ്, അതെനിക്കറിയാം. സത്യം മനസ്സിലാകുമ്പോൾ തണുക്കുകയും ചെയ്യും. ഈ ഒരു അവസരത്തിൽ അവൻ്റെ ഫോൺ എടുക്കാതിരിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നി. ആന്റണിയുടെ ആരോപണങ്ങൾ തെറ്റാണെന്നും ആന്റണിയെ മുന്നിൽ നിർത്തി ചില താരങ്ങളുടെ കളിയാണിതെന്നും സുരേഷ് കുമാർ പറഞ്ഞു. ഇത്തരത്തിൽ പറയാനുള്ള ആംബിയർ ഒന്നും ആന്റണിക്ക് ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ പറയുന്ന ആളല്ല ആന്റണി എന്നും സുരേഷ് കുമാർ കൂട്ടിച്ചേർത്തു. ഇതിനിടെ സിനിമാ സമരവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ മമ്മൂട്ടി മോഹൻലാലും ഇടപെട്ടുവെന്നാണ് സംസാരം. സംഘടനയ്ക്കുള്ളിൽ ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ് ഞാൻ പറഞ്ഞതെന്നും അതിൽ നിന്നും പിന്നോട്ടില്ലെന്നും സുരേഷ് കുമാർ പറഞ്ഞതായാണ് വിവരം. തർക്ക പരിഹാരത്തിനായി ഫെബ്രുവരി 24 കൊച്ചിയിൽ ഫിലിം ചേംബർ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനാണ് പത്രസമ്മേളനത്തിൽ ഇത് വ്യക്തമാക്കിയത്. താൻ സുരേഷ് കുമാറിനൊപ്പമാണെന്നും പക്ഷേ സിനിമാ സമരം വന്നാൽ ഞാൻ ആന്റണി പെരുമ്പാവൂരിനൊപ്പമായിരിക്കുമെന്നും ഒരു വിചിത്ര അഭിപ്രായമാണ് ലിസ്റ്റിൻ പറഞ്ഞത്. എമ്പുരാൻ്റെ ബജറ്റിനെ പറ്റി സുരേഷ് കുമാർ പറഞ്ഞതാണ് ആന്റണി പെരുമ്പാവൂർ പ്രതികരിക്കാൻ കാരണമായതെന്നും ലിസ്റ്റിൻ കൂട്ടിച്ചേർത്തു. പോസ്റ്റ് പ്രൊഡക്ഷൻ പോലും കഴിയാത്തൊരു സിനിമയാണ് എമ്പുരാൻ. അങ്ങനൊരു സിനിമയെ പറ്റി പറയാൻ സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയത് ആരാണെന്നാണ് ആന്റണിയുടെ പ്രതികരണം. ഞാൻ പോലും എൻ്റെ സിനിമയുടെ ബജറ്റും കളക്ഷനും ബിസിനസ്സും ഒക്കെ പറയാറില്ല. പിന്നെ ആരാണ് ഇതൊക്കെ പറയാൻ സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയെന്ന് പറയണമെന്ന് ആന്റണി പ്രതികരിക്കുകയുണ്ടായി. ആന്റണി പ്രതികരിച്ച ഫേസ്ബുക്ക് പോസ്റ്റിനോട് പിന്തുണ പ്രഖ്യാപിച്ച് പൃഥ്വിരാജ്, ടോവിനോ തോമസ്, അജു വർഗീസ്, ബേസിൽ ജോസഫ്, അപർണ മുരളിയവരൊക്കെ രംഗത്ത് വന്നിരുന്നു. നമുക്കെന്നും സിനിമയുടെ ഒപ്പം നിൽക്കാമെന്നാണ് ആന്റണിയുടെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് മോഹൻലാൽ കുറിച്ചത്. പക്ഷേ മോഹൻലാൽ സ്വമേധയാ ആയിരിക്കില്ല ഈ പോസ്റ്റ് ഇട്ടതെന്നാണ് സുരേഷ് കുമാർ പറയുന്നത്. ചിലരുടെ കള്ളക്കണക്കുകൾ പൊളിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും അവരാണ് ആന്റണിയെ ഇളക്കി വിട്ടതെന്നും സുരേഷ് കുമാർ ആവർത്തിച്ചു. കാര്യങ്ങളൊന്നും അറിയാതെ മോഹൻലാലിൻ്റെ പേരിൽ മറ്റു ചിലരാണ് അവൻ്റെ പേരിൽ പോസ്റ്റ് ഇടുന്നതെന്നും സുഹൃത്തായിരുന്ന സുരേഷ് കുമാർ പറഞ്ഞത്. മോഹൻലാൽ പോസ്റ്റ് ഇട്ടത് കൊണ്ട് തന്നെ ആരാധകർ എന്നെ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുന്നുണ്ട്. അതൊന്നും എനിക്കൊരു പ്രശ്നമേയല്ല. ലാലുമായുള്ള ബന്ധം എത്ര വർഷമായി ഉള്ളതാണ്. ആന്റണിയൊക്കെ വന്നത് ഇക്കാലത്തല്ലേ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ 6000-ഓളം സിനിമകളാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അത് നിർമ്മിച്ച 30ഓളം നിർമ്മാതാക്കൾ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളതെന്നും സുരേഷ് കുമാർ പറഞ്ഞു. മമ്മൂട്ടിയും മോഹൻലാലും അടക്കം എല്ലാ താരങ്ങളും ആ പദവിയിലെത്തിച്ചത് ഈ നിർമ്മാതാക്കളാണ്, അല്ലാതെ ആരുടെയും വീട്ടിൽ നിന്ന് പണം കൊണ്ടുവന്നിട്ടില്ല എന്നും സുരേഷ് കുമാർ ആധികാരികമായി സംസാരിച്ചു. 5 ലക്ഷത്തിന് മുകളിൽ പ്രതിഫലം വാങ്ങുന്ന താരങ്ങൾക്കുള്ള തുക 3 ഘട്ടമായി നൽകാമെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറർ കൂടിയായ ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞത്. എന്നാൽ കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ മറുപടി പറയാൻ സാധിക്കുള്ളൂ അമ്മയുടെ അഭിപ്രായം. ഷൂട്ടിംഗ് സമയത്ത് 30%, ഡബ്ബിംഗ് സമയത്ത് 30%, ബാക്കി 40% റിലീസ് സമയത്തുമെന്നാണ് ലിസ്റ്റിൻ പറഞ്ഞത്. പക്ഷേ ഡബ്ബിംഗ് കഴിഞ്ഞപ്പോഴേക്കും താരങ്ങളുടെ പിടിവള്ളി നഷ്ടപ്പെടുമെന്നും ബാക്കി തുകയെ 40% ലഭിക്കാതെ വരാനുള്ള സാധ്യത ഉണ്ടാകുമെന്നാണ് താരങ്ങളുടെ അഭിപ്രായം. പക്ഷേ അതിനുള്ള ഉത്തരവാദിത്തം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഏറ്റെടുക്കുമെന്നും അതിനുശേഷം മാത്രമേ സിനിമ സെൻസർ നടത്താൻ അനുവദിക്കുള്ളൂവെന്നുമാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഉറപ്പിച്ചു പറഞ്ഞു. സിനിമാ മേഖലയെ പ്രതിസന്ധിയിലേക്ക് നയിക്കാൻ ഈ സമരം കൊണ്ട് സാധിക്കുമെന്നാണ് നിർമ്മാതാവായ സന്തോഷ് ടി കുരൂരുടെ അഭിപ്രായം. കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന അഭിനേതാക്കളെ ഒഴിവാക്കി നല്ല കഥയുടെ പശ്ചാത്തലത്തിൽ പുതിയ ആൾക്കാരെ കണ്ടെത്തുന്നതല്ലേ ഉചിതമെന്ന് അദ്ദേഹം പറഞ്ഞു. താൻ സിനിമ എടുക്കുമ്പോൾ ബജറ്റിൻ്റെ 20% മാത്രമേ ശമ്പള ഇനത്തിൽ പോകാറുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. എൻ്റെ സിനിമയായ എന്നാൽ താൻ കേസ് കൂടെ എന്ന സിനിമയ്ക്ക് പോലും ബജറ്റിൻ്റെ 20% മാത്രമാണ് പ്രതിഫലമായി പോയത്. മമ്മൂട്ടി, മോഹൻലാൽ പോലെയുള്ള താരങ്ങൾ വരുമ്പോൾ 20% എന്നുള്ളത് 30-35 വരെ ആകാം എന്നും അദ്ദേഹം പറഞ്ഞു. നീരാളി, മായാനദി, നാരദൻ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ,
മഹേഷിൻ്റെ പ്രതികാരം, ആർക്കറിയാം തുടങ്ങി നിരവധി സിനിമകളുടെ നിർമ്മാതാവാണ് സന്തോഷ് കുരുവിള. ഇപ്പോൾ നിലവിലുള്ള ഈ പ്രതിസന്ധി ഒഴിവാക്കാനായി സുരേഷ് ഗോപി, മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് എന്നിവരൊക്കെ ഇടപെട്ടെങ്കിലും സുരേഷ് കുമാർ നിലപാട് മാറ്റിയിട്ടില്ല. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ലെന്നും അസോസിയേഷൻ അംഗങ്ങൾ ഒന്നടങ്കം എടുത്ത നിലപാടാണെന്നും അതിൽ നിന്നും പിന്നോട്ടില്ലെന്നും സുരേഷ് കുമാർ അറിയിച്ചു. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്, പക്ഷേ വ്യക്തിബന്ധങ്ങൾ ഇതുമായി കൂടിക്കലർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി.